കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ 9. കേരള മോഡൽ ഡെവലപ്മെൻറ്റ് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടെ തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് CDS 1970-കളിൽ കേരളത്തെ പരാമർശിച്ച് തിരഞ്ഞെടുത്ത വിഷയങ്ങളുടെ ഒരു കേസ് പഠനം നടത്തുന്നു. ഈ പഠനത്തിൻ്റെ ഫലങ്ങളും ശുപാർശകളും കേരള വികസനത്തിൻ്റെ രൂപീകരണത്തിന് വഴിയൊരുക്കുന്നു. മേൽപ്പറഞ്ഞ പഠനത്തിന് പിന്നിൽ പ്രധാന വ്യക്തിയാണ് പ്രൊഫസർ KN രാജ്. തിരുവനന്തപുരത്തെ CDS 1971 ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ പഠനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? പ്രൊഫസർ KN രാജാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ CDS 1971 ആരംഭിച്ചത് ആരാണ്? KN രാജാണ്. സംസ്ഥാനത്തിൻ്റെ സമീപകാല വളർച്ചയുടെയും വികസന ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക നയത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് കേരള മോഡൽ. സാക്ഷരത, ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, ജനന നിരക്ക് തുടങ്ങിയ സാമൂഹ്യ സൂചകങ്ങളിലെ നേട്ടങ്ങളും ജീവിത നിലവാരം ഉയർത്തുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലും ശ്രദ്ധേയമായ പ്രകടനമാണ് കേരള വികസന മാതൃകയുടെ സവിശേഷത. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാതൃകകളിലൊന്നാണ് കേരള മോഡൽ വികസനം. കേരള മോഡൽ വികസനത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത കുറഞ്ഞ പ്രതിശീർഷ വരുമാനത്തോടെ ഉയർന്ന ജീവിത നിലവാരം കൈവരിച്ചു എന്നുള്ളതാണ്. വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന സാമൂഹ്യ വികസനത്തിൻ്റെ സൂചകങ്ങളുടെ പ്രതിഫലിക്കുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങൾ കേരളം കൈവരിച്ചു. സംസ്ഥാനത്തിൻ്റെ ആളോഹരി വരുമാനം മിതമായതാണെങ്കിലും ഈ നേട്ടങ്ങളും അത്തരം നേട്ടങ്ങൾക്ക് കാരണമായ ഘടകങ്ങളും കേരള മോഡലിൻ്റെ സ്വഭാവ ഫലങ്ങളായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. കേരള മോഡൽ വികസനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് നോക്കാം. കുറഞ്ഞ വരുമാനമുള്ള ഉയർന്ന ശാരീരിക ജീവിത നിലവാര സൂചിക, അതുപോലെ മാനവ വികസനത്തിൽ ഉയർന്ന നിക്ഷേപം, കുറഞ്ഞ ചെലവിൽ നല്ല ആരോഗ്യ സംരക്ഷണം, കുറഞ്ഞ ആളോഹരി വരുമാനവും ഉയർന്ന ജീവിത നിലവാരവും, വളർച്ചയിലില്ലാത്ത വികസനം, കുറഞ്ഞ ആളോഹരി വരുമാനവും ഉയർന്ന ജീവിത നിലവാരവും വളർച്ചയില്ലാത്ത വികസനവും, ഭൂമിയുടെ കൂടുതൽ തുല്യമായ വിതരണവും സാമൂഹ്യ നീതിയും, ഉൽപാദനപരമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സാമൂഹ്യ സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനവും വരുമാനവും ഉള്ള ഉയർന്ന ഉപഭോഗം, കുറഞ്ഞ ദാരിദ്ര്യം, ഉയർന്ന ലിംഗസമത്വം, കൂടുതൽ പൊതുപ്രവർത്തനങ്ങൾ, ജനപങ്കാളിത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളും. കേരള വികസനത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? കുറഞ്ഞ ജനസംഖ്യ വളർച്ചാ നിരക്ക്, കുറഞ്ഞ ജനനമരണ നിരക്ക്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്ക്, കുറഞ്ഞ ദാരിദ്ര്യ അനുപാതം, സ്ത്രീകൾക്ക് അനുയോജ്യമായ ലിംഗാനുപാതം, അതുപോലെ തന്നെ ഉയർന്ന ആയുർദൈർഘ്യം തുടങ്ങിയവയാണ് കേരള വികസനത്തിൻ്റെ നേട്ടങ്ങൾ. കൂടാതെ ഉയർന്ന സാക്ഷരത, വിദ്യാലയങ്ങളിലെ കുറഞ്ഞ കൊഴിഞ്ഞുപോക്ക്, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണം, ഉയർന്ന ജീവിത നിലവാരം, മെച്ചപ്പെട്ട ശുചിത്വ സൗകര്യങ്ങൾ, തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി, പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ സാർവത്രികവൽക്കരണം, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, താഴെത്തട്ടിൽ പോലും ജാതി വ്യവസ്ഥയിലെ നല്ല മാറ്റങ്ങൾ, ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ അവബോധം, നല്ല ഭാവന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ, ഭൂപരിഷ്കരണം, ഉയർന്ന ലിംഗസമത്വം, സാമൂഹ്യ സേവനങ്ങളുടെ വികസനം, കുറഞ്ഞ ഗ്രാമ-നഗര ധ്രുവീകരണം തുടങ്ങിയവയാണ്. കേരള മാതൃകാ വികസനത്തിൻ്റെ പരിമിതികളാണ് ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ വളർച്ച, ജനസംഖ്യയിൽ വാർദ്ധക്യത്തിൻ്റെ വർധനവ്, കാർഷിക മേഖലയുടെ കുറഞ്ഞ വളർച്ച, ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ കുറവ്, നിശ്ചലമായ വ്യവസായ മേഖല, വിദ്യാസമ്പന്നർക്കിടയിലെ തൊഴിലില്ലായ്മ വർധന തുടങ്ങിയവയാണ് കേരള മാതൃകാ വികസനത്തിൻ്റെ പരിമിതികളായി വന്നിട്ടുള്ളത്. അടുത്തത് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. സംസ്ഥാനത്തെ IT മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവ. KSITILൻ്റെ പ്രധാന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള SDPK പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാർത്ഥികളും വ്യവസായങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതും, പദ്ധതിയുടെ ഭാഗമായി 150 എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സജ്ജീകരണവും 3 സ്റ്റുഡിയോകളിലും ടെലികോൺഫറൻസിംഗ് സംവിധാനമുള്ള വെർച്വൽ പ്ലാറ്റ്ഫോം ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് കെ ഫോൺ പ്രോജക്റ്റ് എന്താണെന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും KCB
കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെയും KSITIL വിഫോ സമാഹരണത്തിനുള്ള നൂതനമായ സമാഹരണമാണ് ഈ പദ്ധതി. 30,000-ഓളം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകാൻ പ്രാപ്തിയുള്ള സംസ്ഥാന വ്യാപകമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയായ KFON സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ 1028 കോടി രൂപ ചെലവിൽ KFON പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കിഫ്ബിയുടെ സഹായത്തോടെയാണ് ട്രാക്ക് 1 നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. KSEBയും അതുപോലെ തന്നെ KSITILഉം കേരള സർക്കാർ എന്നിവയ്ക്കും 49:49:2 ഓഹരി കൈവശമുള്ള പാറ്റേണിൽ ഒരു പുതിയ ജോയിന്റ് വെഞ്ചർ കമ്പനി KFON ലിമിറ്റഡ് രൂപീകരിക്കുന്നു. അടുത്തൊരു പ്രോജക്റ്റാണ് ഫോസ്റ്റർ എ. ഫോസ്റ്റർ എന്ന പദത്തിനർത്ഥം ഗ്രാമീണ മേഖലയിലെ സാങ്കേതിക വിദ്യകളെ വളർത്തിയെടുക്കൽ എന്നതാണ്. യോഗ്യരായ തിരഞ്ഞെടുത്ത കമ്പനികൾക്ക് പ്രോത്സാഹനത്തിന്റെ രൂപത്തിൽ ഈ പദ്ധതി സാമ്പത്തിക സഹായം നൽകുന്നു. അതുപോലെ തന്നെ ITES BPO കമ്പനികളെ ചെലവ് കുറഞ്ഞ ഗ്രാമീണ കേന്ദ്രങ്ങളിൽ നിന്നും പ്രവർത്തിക്കാനും അവിടെ ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് KSITIL ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലുടനീളം സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി പദ്ധതി നടപ്പിലാക്കലാണ് KSITIL ലക്ഷ്യമിടുന്നത്. അടുത്തതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. സംരംഭകത്വ വികസനം, ഇൻക്യുബേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്. ടെക്നോ പാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററായി അറിയപ്പെടുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ നോൺ അക്കാദമിക് ബിസിനസ് ഇൻക്യുബേറ്ററാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിതമായ വർഷം 2006 കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള സംരംഭകത്വ കഴിവുകൾ തിരിച്ചറിയുന്നതിനും വികസിപ്പിക്കുന്നതിനുമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ പരമ്പരാഗത മേഖലകളിൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭകത്വ വികസന ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുക, കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സംസ്കാരത്തിന് അനുയോജ്യമായ തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യമായ വിപണി കണ്ടെത്തുക. അടുത്തത് കേരള ടൂറിസം നയമാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകൃതമായ വർഷം 1966. ടൂറിസത്തെ വ്യാവസായികമായി 1967 അംഗീകരിക്കുന്നതോടെ ഇന്ത്യയിൽ ടൂറിസം മേഖലയെ വ്യാവസായമായി അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ടൂറിസം മേഖലയെ വ്യവസായമായി അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണിത്, കേരളമാണ്. ഇന്ത്യയിൽ നിന്നും സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളമാണ്. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ നടത്തപ്പെടുന്ന പദ്ധതികളാണ് ഇക്കോ ടൂറിസം പദ്ധതി എന്നറിയപ്പെടുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരള ടൂറിസത്തിന്റെ പരസ്യവാചകം. ഭിന്നശേഷി സൗഹൃദമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള ഉദ്യമമാണ് ബാരിയർ ഫ്രീ ടൂറിസം. കേരളത്തിൽ ഉത്തരവാദിത്ത ടൂറിസം ആരംഭിച്ച വർഷം 2008. കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഐമനമാണ്, കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഐമനമാണ്, കോട്ടയം ജില്ല. ഉത്തരവാദിത്ത ടൂറിസം വിജയകരമായി നടപ്പിലാക്കിയത് കോട്ടയം ജില്ലയിലെ കുമരകമാണെന്ന് അറിഞ്ഞിരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രധാന വക്താക്കളാവുന്നത്. അടുത്ത കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി നോക്കാം. കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷാത്കരിക്കുന്ന കേരള സർക്കാർ സമഗ്ര ഭരണാനുമതി നൽകിയ പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി. കൊച്ചി ബാംഗ്ലൂരു വ്യാവസായിക പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കിൻഫ്ര. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ സംയോജനത്തിന്റെ ആദ്യഘട്ടത്തിൽ സജ്ജമാക്കുന്നത് കൊച്ചി പാലക്കാട് മേഖലയാണ്. നിലവിൽ ഈ മേഖലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്ന പദ്ധതികളാണ് കണ്ണൂർ വിമാനത്താവളം, അതുപോലെ വിഴിഞ്ഞം തുറമുഖം, മംഗലാപുരം ബാംഗ്ലൂരു ഗെയിൽ പൈപ്പ് ലൈന്, തിരുവനന്തപുരം കണ്ണൂർ സെമി ഹൈസ്പീഡ് റെയിൽ, കൊച്ചി മെട്രോ, കൊച്ചി തേനി ദേശീയപാത തുടങ്ങിയവയാണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്തതാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. രൂപീകൃതമായത് 1951 മെയ് 12 ആസ്ഥാനം കൊച്ചിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ഖാദി ഗ്രാമ വ്യവസായം എന്താണെന്ന് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ഖാദിയുടെയും മറ്റ് ഗ്രാമ വ്യവസായങ്ങളുടെയും വികസനത്തിനാവശ്യമായ
പരിപാടികളുടെ ആസൂത്രണം, പ്രോത്സാഹനം, സംഘാടനം എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതും ആവശ്യമായ സ്ഥലങ്ങളിൽ ഗ്രാമവികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അതുപോലെ തന്നെ കേരളത്തിൽ പ്രകൃതി സൗഹൃദപരമായ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ആസൂത്രണം, സംഘാടനം, വികസനം, പ്രോത്സാഹനം എന്നിവയ്ക്ക് ചുമതലയുള്ള നിയമപരമായ സ്ഥാപനമാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് രൂപീകൃതമായ വർഷം 1957 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ ആസ്ഥാനം ഗ്രാമ സൗഭാഗ്യയാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ ആസ്ഥാനം ഏതാണ്? ഗ്രാമ സൗഭാഗ്യയാണ്. അത് തിരുവനന്തപുരം വഞ്ചൂരാണെന്നും അറിഞ്ഞിരിക്കണം. തിരുവനന്തപുരം വഞ്ചൂരിലാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ ആസ്ഥാനം. ഗ്രാമ സൗഭാഗ്യ, തിരുവനന്തപുരം വഞ്ചൂര്.